ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്ക് അവശ്യമുണ്ടായിരിക്കേണ്ട ഗുണമാണ് വിനയം. വിനയം വന്നാലേ ഈശ്വരകൃപ സ്വീകരിക്കുവാൻ കഴിയൂ. നോക്കിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം വിനയമുണ്ടാകണം. ഒരു ആശാരി പണിയാൻ വേണ്ടി ഉളിയെടുക്കുമ്പോൾ അതിൽ തൊട്ട് വന്നിക്കുന്നത് കാണാം. സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരും തൊട്ട് വന്നിച്ച ശേഷം മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ സകലതിനെയും ആദരിക്കുക എന്നത് ഋഷിമാർ നമുക്ക് നൽകിയ സംസ്കാരമാണ്. ഗുരുകാരണവന്മാരെ പാദം തൊട്ട് വന്ദിക്കുന്നതും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിലൂടെ നമ്മിലെ അഹങ്കാരനാശത്തെയാണ് ഋഷിമാർ ലക്ഷ്യമാക്കിയിരുന്നത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം നമ്മളിൽ ഉദിക്കരുത്. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് എന്ന ബോധമുണ്ടാകണം. കർമ്മത്തെ ഈശ്വര പൂജയായി കാണണം. വിനയവും എളിമയുമാണ് ഈശ്വരകൃപയെ നമ്മിലെത്തിക്കുന്നത്. വിനയം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ യഥാർത്ഥ ഭാവമാണ്. എന്നാൽ ഉള്ളിലുള്ള വിനയത്തെ ഉണർത്തിയെടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. വിനയം ശീലിക്കാൻ നമ്മൾ അലംഭാവം കാണിച്ചാൽ പ്രകൃതി നമ്മളെ അതിന് നിർബന്ധിതരാക്കും. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വിനയം ശീലിക്കേണ്ടി വരും. ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായാലും വിനയമില്ലെങ്കിൽ അതൊന്നും ശോഭിക്കില്ല. മറിച്ച് എന്തെല്ലാം കുറവുകളുണ്ടായാലും ഒരാൾക്ക് വിനയമുണ്ടെങ്കിൽ അയാൾ എല്ലാവരുടെയും സന്മനസ്സിന് പാത്രമാകും. താണ നിലത്ത് വെള്ളമൊഴുകി എത്തുന്നത് പോലെ ഈശ്വരകൃപ അയാളിലേക്ക് ഒഴുകിയെത്തും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.